ഹായ്, കുറെ നാളായി ഒരു വീഡിയോ ഇട്ടിട്ട്. വീഡിയോ ഇടാത്തത് എന്താന്ന് ചോദിച്ചിട്ട് എല്ലാവരും ഞങ്ങളെ കളിയാക്കുന്നു. കാരണം പട്ടം എന്ന് പറഞ്ഞ് ഭയങ്കര ഹൈപ്പൊക്കെ കൊടുത്തിട്ട് വീഡിയോ എന്താ വരാത്ത 3 എണ്ണമായിട്ടങ്ങ് മതിയാക്കിയോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കളിയാക്കുന്നുണ്ടെങ്കിൽ കാര്യം ഞാൻ പറയാം എന്താന്നുള്ളത്. നമ്മുടെ പാറുമ്മയ്ക്ക് എക്സാം ആയിരുന്നു, പാറുമ്മയുടെ +1 എക്സാം ആയിരുന്നു. അപ്പൊ എക്സാമിനിടയ്ക്ക് വീഡിയോ എടുക്കാൻ വാ എന്ന് പറഞ്ഞാൽ അവളെ മെനക്കെടുത്താൻ എനിക്ക് പറ്റില്ല. അതുപോലെ വിളിച്ച അവളും വരാൻ പോകുന്നില്ല. അപ്പൊ ഇപ്പോ എക്സാം ഒക്കെ കഴിഞ്ഞു, ഞങ്ങളൊരു വാഗമൺ ട്രിപ്പ് പ്ലാൻ ചെയ്യാണ്. ഞങ്ങൾ മാത്രമല്ല, അതായത് ഞങ്ങൾ അമ്മയും മക്കളും പിന്നെ എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ഞങ്ങള് ട്രാവലർ വിളിച്ചാണ് പോകുന്നത്. ശനിയാഴ്ച ഒരു ദിവസത്തേക്ക് 1 ഡേ ട്രിപ്പാണ്. രാവിലെ പോകും, രാത്രി വരും. അപ്പൊ വാഗമൺ പോകുന്നതിന്റെ ഒരു ഭാഗമായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് തുണികൾ മേടിക്കേണ്ടി വന്നു. തുണികൾ എന്ന് പറഞ്ഞാൽ ഹുഡി, ടർട്ടിനൊക്കെ ഉള്ള ടോപ്പ്, അങ്ങനെ ജാക്കറ്റ്, ഇതൊക്കെ മേടിച്ചു. എനിക്ക് സന്തോഷം എന്താന്ന് വെച്ചാൽ ഞാൻ അത്രയും നല്ല ക്വാളിറ്റി സാധനം കിട്ടുമെന്ന് വിചാരിച്ചില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ നല്ല ക്വാളിറ്റിയിലുള്ള സാധനം വരുമ്പോഴത്തേക്ക് ഒരു സന്തോഷമുണ്ടല്ലോ. അതാ ഇന്നിപ്പോ നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ആദ്യം ഞാനത് ഓരോന്നായിട്ട് കാണിക്കാം കേട്ടോ. വിലയും വലിയ വിലയൊന്നുമില്ല, ഡ്രസ്സ് എടുത്തതിന് വലിയ വിലയൊന്നുമില്ല. അതുകൊണ്ടാണ് വളരെ ചീപ്പായിട്ടുള്ള റേറ്റിൽ നല്ല ക്ലോത്ത് കിട്ടിയതിന്റെ ഒരു ഹാപ്പിനെസ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാണ്. അപ്പൊ ഓരോന്നായിട്ട് കാണിക്കാം. ആദ്യം ചിന്നപ്പന്റെ ഹുഡി. ചിന്നപ്പ കാണിക്കുന്നതായിരിക്കും. പിങ്ക് എനിക്ക് അതേപോലെ തന്നെ കിട്ടി. എനിക്ക് നല്ല ആഗ്രഹമുള്ള ഒരു ഹുഡിയാണ്. അതേപോലത്തെ നല്ല സാധനമാണ് കിട്ടിട്ടാ. ചിന്നപ്പന് ഒരു പ്രത്യേകത, ചിന്നപ്പൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സ് മാത്രമേ ഇടുള്ളൂ. ഏത് കടയിൽ പോയാലും പിടിച്ചു നോക്കി അത് എങ്ങനെയാണ്, ഭയങ്കര സോഫ്റ്റ് ആണോ നോക്കിയിട്ട് മാത്രമേ ഡ്രസ്സ് മേടിക്കുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും, എനിക്കും ഹസ്ബൻഡിനും ഇഷ്ടപ്പെട്ട ഡ്രസ്സൊന്നും മേടിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാലത്തേക്ക് പിടിക്കില്ല. അവൾക്ക് നല്ല സോഫ്റ്റ് ഡ്രസ്സേ ഇഷ്ടമുള്ളൂ. ഇനി അടുത്ത ഡ്രസ്സ്. അപ്പൊ ഈ കാണിച്ച ഹുഡിക്ക് 300 സംതിങ്ങേ ആയിട്ടുള്ളൂ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരു 600-700 സംതിങ്ങിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട് ആ ഡ്രസ്സിന്. നല്ല തുണിയാണ്, നല്ല സോഫ്റ്റ് തുണി. അടുത്തത് കാണിക്കാം. അടുത്തത് എന്റെ ഹുഡിയാണ്. വാങ്ങിയതിൽ ഇച്ചിരി ഒരു കോസ്റ്റ് കൂടുതലെന്നുള്ളത് ഇത് മാത്രമാണ്. പക്ഷെ ഇത് ഓവർ സൈസ് ഹുഡിയാണ്, ഓവർ സൈസ്ഡ് ഹുഡിയാണ്. 600 സംതിങ് ആയി, 620 മറ്റോ ആയി. പക്ഷെ സംഭവം നല്ല ഹുഡിയാണ്, ഇടാൻ നല്ല സോഫ്റ്റ് ആണ്. ഓവർ സൈസ് ആയതുകൊണ്ട് തന്നെ നല്ല കൂളായിട്ട് കിടക്കുന്നുണ്ട് സാധനം. അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ 600 സംതിങ് വന്നത്. ബാക്കിയൊക്കെ 300 റേഞ്ചാണ്, 300-400 റേഞ്ചാണ്. അടുത്ത കാണിക്കാം. ഇത് പാറുമയ്ക്ക് വാങ്ങിച്ച ടീഷർട്ടാണ്. ഇത് റെഡാണ്. റെഡ് മേടിച്ച എങ്ങനെ ഇരിക്കും, അടിച്ച് മിന്നുന്ന കളറായിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് മേടിച്ചത്. പക്ഷെ അവൾക്ക് ഇട്ടിട്ട് നന്നായിട്ട് ചേരുന്നുണ്ട്. ഇതിന് ശരിക്കും 190 രൂപ, 190 എന്തോ വന്നിട്ടുള്ളൂ ഇതിന്. പക്ഷെ നല്ല സോഫ്റ്റ് ആണ്, ഇടാൻ നല്ല കൂളായിട്ടുള്ള സാധനമാണ്. അടുത്തത് എന്റെ അഹങ്കാരം കൊണ്ട് മേടിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പാറുവിന് ചെറിയൊരു അപ്പൊ എനിക്ക് മേടിച്ചതാണ് കേട്ടോ. എനിക്ക് ടർട്ടിൽ നെക്കുള്ള ഒരു ടോപ്പ് ഉണ്ടെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതും ബ്ലാക്ക് ഇസ് മൈ ഫേവറേറ്റ് കളർ. സോ അപ്പൊ ബ്ലാക്ക് ആണ് എടുത്തത്. ടർട്ടിൽ നെക്കാണ്. ഇതിന് എത്രയാ പറയാ, ഇതിന് 300 സംതിങ്ങേ വന്നിട്ടുള്ളൂ. ടർട്ടിൽ നെക്കിന് 300 സംതിങ്. എല്ലാം 400-300 സംതിങ്ങിന്റെ ഡ്രസ്സുകളാണ്. പിന്നെ അതിനുശേഷം ഞാൻ വാങ്ങിയത് ഒരു ജാക്കറ്റാണ്. ടർട്ടിൽ നെക്ക് മേടിച്ചപ്പോ എനിക്ക് ജാക്കറ്റ് ഇടാനൊരു കൊതി. അത് കാരണം ഒരു വൈറ്റ് ജാക്കറ്റ് കണ്ടപ്പോ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഫുൾ സ്ലീവ് ആണ്. അപ്പൊ അത് കണ്ടപ്പോ അതും കൂടി മേടിച്ചു. അത് ഒരു 400 സംതിങ്, 450 താഴെയാണ് റേറ്റ്. അപ്പൊ അത് ഇതാണ് ജാക്കറ്റ്. 2 സൈഡ് പോക്കറ്റ് ഒക്കെ ഉണ്ട്. 2 സൈഡ് പോക്കറ്റ് ഉണ്ട്. ഫുൾ സ്ലീവ് ആണ്. നല്ല കട്ടിയുള്ള ക്ലോത്ത്, അതായത് ഇങ്ങനെ വടി പോലെ നിൽക്കുന്ന ജാക്കറ്റാണിത്. ഇനി കഴുകുമ്പോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും സംഭവം കൊള്ളാം. ഞാൻ വിചാരിച്ചതെന്നും ഫാർ ബെറ്റർ ആണ്. പിന്നെ ഞാൻ ഇതൊക്കെ മേടിച്ചപ്പോ ഒരാൾക്ക് ഭയങ്കര ഒരു പാറമ്മയ്ക്കൊരു കുശുമ്പ്. അതായത് അമ്മ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇട്ടോണ്ട് നടക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു കുശുമ്പ്. അതായത് അവൾക്ക് മേടിച്ചില്ലല്ലോ.
ചെറുതായിട്ട് ഇപ്പൊ സത്യം പുറത്തു വന്നില്ലേ. ചിന്നപ്പനുണ്ടോടോ കുശുമ്പ്? ചിന്നപ്പന് കുശുമ്പൊന്നുമില്ല. കാരണം ചിന്നപ്പൻ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടൂല. അവൾക്ക് കുറച്ച് സോഫ്റ്റ് ഡ്രസ്സുകളാണ് ഇഷ്ടം. അതുകൊണ്ട് സോഫ്റ്റ് ക്ലോത്ത് ഒക്കെ നോക്കിയേ എടുക്കുള്ളൂ. അവൾക്ക് അതേ ഇഷ്ടമുള്ളൂ. അപ്പൊ ആറുമ്മയ്ക്ക് ചെറിയൊരു മനസ്സിലായല്ലോ. എനിക്ക് ഇതേ മോഡൽ ഡ്രസ്സ് അമ്മ എന്റെ സൈസിൽ എടുത്ത് തരും പറഞ്ഞായിരുന്നു കുറച്ചു മുമ്പ് അല്ലേ? ഞാൻ പറഞ്ഞായിരുന്നു. പറഞ്ഞില്ലായിരുന്നു. ഇപ്പൊ പറയുന്നു കേട്ടോ. എടുത്തു കൊടുത്തോളാമേ. ഇനിയിപ്പൊ അവൾക്ക് എടുത്തു കൊടുക്കാതെ ഞാനിട്ടു എന്നൊരു പേര്, അങ്ങനെ ഒരു ചീത്തപ്പേരും കൂടെ എനിക്ക് കേൾക്കണ്ട. അപ്പൊ ശനിയാഴ്ച രാവിലെ ഒരു 4 മണിക്ക് പോകണം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 4, 5 അല്ലെങ്കിൽ 6 മണിക്ക് മുമ്പ് ഞങ്ങൾ ഇറങ്ങും. രാത്രിയാണ് തിരിച്ചു വരുന്നത്. അപ്പൊ രാവിലെ പോകുമ്പോ നമ്മളൊരു വീഡിയോ ഇടും അല്ലേ? എന്നിട്ട് അവിടെ പോയതിനു ശേഷം കുറച്ച് ഫോട്ടോസും റീലും ഒക്കെ എടുക്കാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വഴിയേ വെറുപ്പിച്ചുകൊണ്ട് വരുന്നതായിരിക്കും. അപ്പൊ അതുവരെയ്ക്കും ബൈ.